ഏറ്റുമാനൂർ ശിവക്ഷേത്രം കേരളത്തിലെ അതിപ്രശസ്തമായ ഏഴര പൊന്നാന മഹോത്സവം നടക്കുന്ന ക്ഷേത്രം. തിരുവനന്തപുരം അങ്കമാലി MC റോഡ് സൈഡാണ്. കോട്ടയത്ത് നിന്നും 7 കിലോമീറ്റർ അകലം. കയറി വരുന്നത് അതിവിശാലമായ വാഹനത്തിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. ഇത് പടിഞ്ഞാറേ നടയാണ്. 4 കവാടങ്ങളാണ്. അത് മെയിൻ കവാടം പടിഞ്ഞാറേ നടയിലെ ഈ കാണുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് തന്നെ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് കയറാൻ പറ്റും. ഈ കാണുന്നതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും അന്തിമഹാകാളൻ കാവ് ക്ഷേത്രത്തിലും ദർശനം ചെയ്യുന്നത് ഉത്തമം എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. രൗദ്ര ഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോര മൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭ മുഹൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന നടത്തുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് സങ്കല്പം. ശാസ്താവ്, ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗാദേവി, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ മറ്റ് ഉപദൈവങ്ങൾ. ഈ ക്ഷേത്രത്തിന് ഏകദേശം 1000-ൽ അധികം വർഷം പഴക്കം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഏഴര പൊന്നാന പേര് സൂചിപ്പിക്കും പോലെ തന്നെയാണ് 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും ചേർന്നതാണ് ഏഴര പൊന്നാന. വരിക്കപ്ലാവിൽ പണിത് സ്വർണം പൂശിയ വിഗ്രഹങ്ങൾ ആണ് ഇവ. വലിയ ആനകൾക്ക് 2 അടി ഉയരവും ചെറിയ ആനയ്ക്ക് 1 അടി ഉയരവുമാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് സ്വർണ്ണ കൊടിമരം. പഴയ കൊടിമരം കാലഹരണപ്പെട്ടു പോയപ്പോൾ 2010-ൽ നിർമ്മിച്ചതാണ് ഈ സ്വർണ്ണ കൊടിമരം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 8ാം ഉത്സവ നാളായ കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് പ്രസിദ്ധമായ ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്നത്. അന്നേ ദിവസം ഏറ്റുമാനൂർ തേവർ ക്ഷേത്രത്തിനകത്തെയും പടിഞ്ഞാറേ മൂലയിലെ ആസ്ഥാന മണ്ഡപത്തിൽ ഏഴര പൊന്നാന ദർശനം നൽകി എഴുന്നള്ളി ഇരിക്കുന്നു. ഈ ഏഴര പൊന്നാനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട്. അതിൽ ഒന്നാണ് മാർത്താണ്ഡവർമ്മ പ്രായശ്ചിത്തമായി നടയ്ക്ക് വെച്ചതുമായി ബന്ധപ്പെട്ട കഥ. ഇതാണ് ക്ഷേത്രത്തിലെ കുളം. വില്ല് ആകൃതിയിലാണ്. വില്ലുകുളം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മലയാള വർഷം 929 വടക്കൻകൂർ രാജ്യം പിടിച്ചടക്കുവാൻ വേണ്ടി തിരുവിതാംകൂർ രാജാവിൻ്റെ സൈന്യങ്ങൾ ഏറ്റുമാനൂരിൽ എത്തുകയും മാധവപ്പിള്ള നിലയത്തിൽ പ്രവേശിക്കുകയും അവിടുത്തെ പുരയിടങ്ങളിലെ ഫലപുഷ്ടിയ ഉള്ള വൃക്ഷങ്ങളും മാധവപ്പിള്ള മഠവും നശിപ്പിക്കുകയും ചെയ്തു. തന്നിമിത്തം തിരുവിതാംകൂർ രാജാവിന് ഏറ്റുമാനൂർ മഹാദേവൻ്റെ അനിഷ്ടങ്ങളും പലവിധത്തിലുള്ള അനർത്ഥങ്ങളും വന്ന് സംഭവിക്കുകയും ചെയ്തു. തുടർ പരിഹാരമായി മഹാരാജാവ് നടക്ക് ഇരുത്തിയതാണ് ഏഴര പൊന്നാന എന്നും ഒരു ഐതിഹ്യ കഥ ഉണ്ട്. ക്ഷേത്രത്തിലെ 10 അടിയോളം ഉയരം വരുന്ന ബലിക്കല്ലിനോട് ചേർന്നുള്ള കിടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് ആണ്.